അല്ല നിന്റെ ഈ പോക്കറ്റ് കൊണ്ടാണ് നിന്റെ ഇന്ന് ഞാൻ എല്ലാം മാറിയത്. നീ ഞാൻ പാർട്ടി കാര്യം പറഞ്ഞ ലത്തീവിന്റെ മോനോടെ പറഞ്ഞു മക്കളാണ് ചായ പോലും തന്നെ ഞാൻ കുടിച്ചില്ല, എടുത്ത് കളഞ്ഞിട്ട് വന്ന് പോയിട്ട് കുണ്ടഞ്ചിന് അവന്മാരെന്ന് പറഞ്ഞു. അത് തന്നെ അവന്മാര് അവൻ എന്നെ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മൂമ്മേനെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇളക്കി. അപ്പൊ ഞാൻ ഇല്ല ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീനൊക്കെ എന്തിനാണ് ആവശ്യമില്ലാത്ത ജോലിയാണ് ഞാൻ ചോദിച്ചു. പോയിന്റ് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്താ കാണി അത് ചുമ്മാ എഡിറ്റ് ചെയ്ത് അവൻ ചുമ്മാ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ എല്ലാം ചെയ്യണത് അവൻ ചെയ്തത്. അപ്പൊ ഞാൻ കൊടുത്തു. നമ്മള് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കൊടുക്കാൻ നമ്മക്കത് പരാതിയായിട്ട് അല്ലെങ്കിൽ ഫോണെടുത്ത് കാണിക്കാതെ ഈ ആളാവണത് കൊച്ചാക്കണം. നമ്മളെ ആളുകളെ കൊണ്ട് വന്നു പോയ ഡ്രസ്സുമാരെ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് എന്തൊരു കാര്യം ഒന്നും ചെയ്യാനും വയ്യ എനിക്ക് കാര്യം അത് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞേ ആവശ്യമില്ല പറയില്ല. അത് അവൻ ചെയ്താണ് എന്റെ തലയിൽ വെക്കുന്നത്. നീ അവരോട് പറഞ്ഞു കൊടുത്തത് അല്ലാതെ പോയി ഇറങ്ങി ഞാൻ ഒരു വീഡിയോ അവന്റെ ഫോണിൽ സത്യമായിട്ട് ഫോണിൽ ഞാൻ ഇപ്പൊ ഒരാഴ്ചൻ്റെ കൂടെ വരാത്തതെന്ന് അറിയാമോ? നിങ്ങൾ എന്റെ അടുത്ത് ഒന്നും മിണ്ടല്ല സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു തീരുമാനിച്ചു ഇനി മുതൽ ഒരു അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. പോയിട്ട് കുളിച്ച് റെഡിയായി മേക്കപ്പ് കിട്ടണ്ടോ? മേക്കപ്പ് ഇത് തന്നെ എനിക്ക് മേക്കപ്പ് ഇല്ല. എന്തൊരു കാര്യം പറയാ പോയിട്ടോ ആശുപത്രി കൊണ്ടുപോണേ തമാശ അല്ല. എന്നെ എങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി ഉപകാരം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ലാത്ത. എന്നെ എങ്ങനെ കൊണ്ടുപോയി പോയിട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പരിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ചെമയേ ഉള്ളു. കഫം പോകാനുള്ള മരുന്ന് വാങ്ങിച്ചായിരുന്നു? മരുന്ന് വാങ്ങിച്ചോ? കഫം പോകാനുള്ള മരുന്ന് തന്നു. അത് കുടിച്ചാ മരുന്ന് ഞാൻ കുടിക്കണില്ല, എനിക്ക് ബലം പറിക്കണം. അത് കുടിച്ച കൊള്ളാം. പിന്നെ വെള്ളം വരെ കുടിക്കൂല, അത് കുടിച്ച അയ്യോ രക്തത്തിന്റെ കളർ മിനുപ്പ് എനിക്കല്ല. അത് അവിടെ നിന്ന് ചുമ്മാ കുടിക്കുക. അത് കുടിച്ചാലേ മാറൂ. അത് കുടിച്ചാലേ മാറുള്ളന്ന്. പോയിട്ടോ ഡ്രസ് മാറിട്ടോ പോയിട്ടോ. പോയിട്ട് വരീന്ന് നമ്മള് നിങ്ങളെ കാര്യം പറയാം. കാര്യമായിട്ടുള്ള ഒരുപാട് കാര്യം സംസാരിക്കും. അത് ഇന്നലെ മെനിയാന്നൊക്കെ ഒരു പെണ്ണ് പറയണ ഫുള്ള് കേള്. ഇന്നലെ മെനിയാന്നൊക്കെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ന്യൂസ് കണ്ടില്ലേ? ഒരു ഒരു പെണ്ണ ഒരു പയ്യൻ സ്നേഹിച്ച് അവന് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഒരു പെണ്ണ് മാത്രല്ല. അങ്ങനെ സ്നേഹിച്ച് അവസാനം അവളെ പറ്റിച്ച് ഈ പെണ്ണ് തൂങ്ങി ചത്ത്. അവസാനം യവനെ നോക്കാൻ നേരത്ത് യവന്റെ അടുത്ത് ഒരു പെണ്ണുമല്ല, 6 പെണ്ണുമല്ല, 16 പെണ്ണുമല്ല. അവള് മരിച്ച്. യവൻ അന്തസ്സായിട്ട് ജീവിച്ചു. അങ്ങനെ പോലീസ് പിടിച്ച് ഇവന്റെ കള്ളത്തനങ്ങളില്ല. പോലീസ് പിടിച്ച ഇവനിപ്പോ ജയിലില്. എന്റെ വീട്ടിന്റെ അടുത്ത് 17 വയസ്സായ ഒരു പയ്യൻ തൂങ്ങിയാണ് തന്നെ. ഞാൻ 17 വയസ്സൊക്കെ ആയി തൂങ്ങണെന്തായിരുന്നു. അല്ലെങ്കിലും തൂങ്ങണ എന്തിനാണ് അതിന്റെ ആവശ്യം? 17 വയസ്സ് എത്രയോ കാലം ജീവിക്കാനുള്ള ആൺകുട്ടികൾ തന്നെ. വാട്ട് ഇതൊക്കെ കിടന്ന അയ്യം എപ്പോഴായാലും തീരണം. ഞാൻ പറഞ്ഞു നല്ലത് കിടക്കണം, അരിക്കൈ എപ്പോഴായാലും തീരണം. തന്നെ അത്രേ ഉള്ളൂ. പോയിട്ടോ ആ ഡ്രസ് മാറിക്കൊണ്ട് വരീന്നേ. എന്തിനെ പോയിട്ട് വരീന്നേ? ഒന്ന് പോയിട്ട് വരീ. ഒന്നും ഞാൻ പോണില്ല, എനിക്ക് വയ്യ. ചെറിയ ദിവസം ഞാൻ വയ്യാതെ നടക്കണം. നീ ഒന്നും അറിഞ്ഞില്ലല്ലോ. പോളാൻ ഞാൻ ഇന്ന് വന്ന എന്തിനാന്നറിയാമോ? അതാണ് സിയാദ് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വയ്യ അടക്കണം. സിയാദ് 2-3 പ്രാവശ്യം അമ്മമ്മ കുറവുണ്ടാക്കും. അത് തന്നെ സിയാദ് എന്നിട്ട് പറഞ്ഞ്. അപ്പം കത്തേൽക്കണല്ലേ കരിവുണ്ട്. അത് തന്നെ കാക്കറാണിയില്ലേ? അത് തന്നെ അങ്ങനെ അവൻ പറഞ്ഞേ നീ എന്തിനാ അമ്മമ്മയെ കാണാൻ പോകാത്ത? അമ്മമ്മ എല്ലാരും തിരക്കാണ്. ഞാനൊരു പെണ്ണൂടാന്ന് എന്നെ കാണാൻ 2 മാസേ ആയോളൂ കല്യാണം കഴിച്ചിട്ട്. എവിടെ ഉള്ള മേല് മാപ്പിളയുണ്ടായിരുന്നു കാറില്. ഞങ്ങൾ ഓടിക്കൊണ്ടിറങ്ങി. ഞങ്ങളുടെ എന്തു വെക്കടേ എനിക്കറിഞ്ഞൂടാ. എന്തു വെക്കടേ ഞാൻ അമ്മമ്മയെ കാണാൻ വന്നെങ്കിൽ. എവിടെ ഉള്ള സ്ഥലം? നിങ്ങൾ നമ്മടുത്ത് പറയാതെ ആരെങ്കിലും വരുമ്പോ കാണാൻ നിൽക്കണം. എന്തിനും ഞാനിവിടെ ഇരുന്ന് പിന്നെ എനിക്ക് കാണണ്ടേ? നിങ്ങളെ കൂടെ പായത്തിൽ കുണ്ടത്തിന് പോലെ
ഞാൻ കണ്ടൊന്നും പറയും. ഇന്ന് നമ്മളെ അടുത്ത് ചോദിച്ചിട്ടല്ലേ കാണണോ വേണ്ടേ, നമ്മുടെ അടുത്ത് ചോദിക്കണ്ടേ? പിന്നെ പിന്നെ നമ്മളെ കാരണമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ വയ്യ കൂടെ വന്നു. അവള് സാറ്റാങ്കോലി ചെല്ലും കൊച്ചു കൊണ്ട് നല്ല പെണ്ണ്. ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ഞാൻ പറഞ്ഞില്ല. മാപ്പിള വണ്ടിയിലിരുന്ന് പോയപ്പോ അമ്മൂമ്മ ടാറ്റ. അങ്ങനെ ഓണത്തിന് വല്ല കിട്ടുവോ? അമ്മക്ക് കിട്ടണമെങ്കിൽ പോകണം. ഞാൻ പറയണ ഫുള്ള് കേള്. ഞാൻ പറഞ്ഞ അമ്മ അതാണ് പറ്റിപ്പല്ലാത്തൊരു കാര്യം. ഞാൻ പറഞ്ഞു, ഞാൻ അന്നാളെ പറഞ്ഞു 600 പേര്. ഇപ്പം അന്ന് 400 പേരായിരുന്നു, ഇപ്പം 600 പേരായി. പറഞ്ഞ ഫുള്ള് 600 പേര് നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 1400 വാച്ച് അവർ മണിക്കൂറാണ് നമ്മളെ വീഡിയോ കൊണ്ട്. ഈ 1400 മണിക്കൂർ എന്നുള്ള ഇനി ഒരു 2600 മണിക്കൂറുടെ കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടും. അതിനാണ് ഞാൻ സ്ഥിരം വന്ന് വീഡിയോ ഇടാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കത് ഞാൻ വരുമ്പോൾ ഒരുമാതിരി സംസാരം. പിന്നെ അത് വെറുത്താണ് ഞാൻ മെയിനായിട്ട് വരാത്തത്. നിങ്ങൾ മാന്യ നമുക്ക് വേറൊരു കാര്യം, ഇനി നമുക്ക് പള്ളും ചീത്തയൊന്നും വേണ്ട. നമ്മൾ മാന്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോയാൽ മതി, ആൾക്കാരെ കണ്ടോളും. പക്ഷെ നിങ്ങൾ വരുമ്പോൾ പോടാ അങ്ങനെയൊന്നും പറയാതെ മാന്യമായിട്ട് തമാശയായിട്ടും അത്രേ ഉള്ളൂ. തന്നെ പള്ള പരിയാസം ഒന്നുമില്ല. ദൈവത്തിന്റെ കാര്യവും പറഞ്ഞു. ദൈവത്തിന്റെ കാര്യം നമുക്ക് പറയാൻ നിങ്ങൾക്ക് വാക്യങ്ങളല്ലേ ദൈവം. ദൈവം എല്ലാം ഒന്നു തന്നെ. അല്ല നമ്മക്ക് ആളുകൾ പങ്കുവെച്ചെടുത്തേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ദൈവത്തിന് നമ്മക്കും അല്ല തമാശയും പറഞ്ഞിരിക്കും. തമാശയൊന്നും പറഞ്ഞ പള്ള പരിയാസം ഒന്നും പറയില്ല ഞാൻ. തമാശകള് വേണം ജീവിതത്തിൽ, തമാശയില്ല എന്തോ. ഇപ്പൊ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എവിടെ പോയില്ല? ഒരു മരിപ്പ്. ആരെന്ന്? അവിടെ മരിയമ്മ. അങ്ങനെ താണ്ട പോയി. രാവിലെ 9 മണിയായപ്പോ കുളിച്ച് റെഡി ആയത് അവിടെ നിൽക്കാൻ ചെയ്യും. അതെപ്പോഴും ഞങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് പിന്നെ വൃത്തിയില്ലാന്നില്ലാരും പറഞ്ഞ എന്ത്? ആരാണ് വൃത്തിയില്ലെന്ന് പറഞ്ഞ? വൃത്തിയില്ലാത്തവരാ ഉള്ളത്. എനിക്ക് വൃത്തിയില്ലെങ്കിൽ എന്റെ അടുത്ത് കിടക്കാൻ ആരും വരില്ല. അല്ല ഞാൻ പറഞ്ഞ നോക്കാൻ നേരത്ത് എല്ലാ ദിവസവും കറക്റ്റ് 9 മണിക്ക് നിങ്ങൾ കുളിച്ച് സുന്ദരിയായിട്ട് ഇവിടെ വന്നിരിക്കണം. ആൾക്കാർക്ക് വൃത്തിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ വരണ്ട. ഞാൻ ആരും ക്ഷണിക്കണില്ല. അത് ഒരാളില്ല. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് അമ്മമ്മേനെ തിരക്കി എന്ന് പറയാൻ പറഞ്ഞു. തിരക്കിയെന്ന് പറയുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് എന്നെ കാണണം. അപ്പൊ അത് കറക്റ്റ് ആണ് കേട്ടാ. അമ്മമ്മേനെ തിരക്കെന്ന് പറയുമ്പോ ഒന്നും ആവൂല. വന്ന് കണ്ടെങ്കിൽ അമ്മക്ക് ആളില്ലാരാണ്. ഒരു ആളില്ലാരാണ്. അമ്മക്കൊന്നും തരട്ടെ, എനിക്കൊന്നും വന്ന് കാണണം. ഇത് അവിടെ കണ്ട് ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാമോ? മറ്റേ ഞാൻ മരിച്ചാലും ആൾക്കാരൊക്കെ വന്ന് കാണാം. അത്രേ ഉള്ളൂ.